വയോധികയെ തെരുവുനായ കടിച്ചുകൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ ആലപ്പുഴ ആറാട്ടുപുഴ. വീടിന് പുറത്തെ ഷെഡിൽ കിടന്നപ്പോഴാണ് വയോധികയായ കാർത്തിയായനിയെ നായ ക്രൂരമായി ആക്രമിച്ചത്. കാർത്തിയായനിയുടെ സംസ്കാരം തകഴിയിലെ വീട്ടുവളപ്പിൽ നടന്നു. തെരുവുനായ ശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ആറാട്ടുപുഴയിലെ അഴീക്കോടൻ നഗർ. ഇവിടെയാണ് 81-കാരി കാർത്തിയായനി അമ്മ തെരുവുനായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത്. പ്രായമായ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ അയൽക്കാരോട് പോലും പറയാറില്ല. മുറ്റത്തിരുന്ന് അമ്മ ആഹാരം കഴിച്ചത് കൊണ്ടാണ് അപകടമുണ്ടായതെന്നും നാട്ടുകാർ. ഇവരെവിടെങ്കിലും അല്ല ഒന്ന് പറയച്ചും പോകത്തില്ല. ഈ തള്ളയെ വെളിക്കിരുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ അയൽക്കാരും സഹകരണമില്ല. അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല, അവരെ പുറത്തേറ്റ് പൂട്ടി വെച്ചാൽ പോയിരിക്കുന്നു. അകത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം മുറിയുണ്ടെന്നും പകൽ സമയം അമ്മയുടെ ആവശ്യപ്രകാരം പുറത്തിരിക്കുന്നതാണെന്നുമാണ് മകന്റെ വാദം. അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്, പക്ഷെ ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിൽ മോനെ ഞാൻ വെളിയിലിരിക്കാം, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവള് ചിലപ്പം വെളിയിൽ കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നേ? തകഴി സ്വദേശിനിയായ കാർത്തിയായനി അമ്മ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മകൻ പ്രകാശന്റെ ഭാര്യയുടെ വീടായ ആറാട്ടുപുഴയിൽ താമസിക്കാനെത്തുന്നത്. അമ്മയെ തനിച്ചാക്കി വീടും ഗേറ്റും പൂട്ടിയായിരുന്നു ഇന്നലെ ഇരുവരും പുറത്തുപോയത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള വേലിക്കെട്ടിനിടയിലൂടെയാണ് നായ്ക്കൾ പുരയിടത്തിലെത്തിയത്. ആക്രമണത്തിൽ ഇടത്തെ കണ്ണൊഴിച്ച് മറ്റ് മുഖഭാഗങ്ങളെല്ലാം നഷ്ടമായിരുന്നു. വൈകിട്ട് മകൻ വീട്ടിലെത്തുമ്പോഴും തെരുവ് നായ്ക്കൾ കാർത്തിയായനി അമ്മയെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 ആലപ്പുഴ.